ഇന്ത്യയെ അടുത്തറിയാൻ 28 സംസ്ഥാനങ്ങളുടെയും യാത്ര ചെയ്ത് തിരിച്ചെത്തിയിരിക്കുകയാണ് പത്തനംതിട്ട അടൂർ സ്വദേശി അരവിന്ദ്. ഒട്ടനവധി ജീവിതങ്ങളും സംസ്കാരങ്ങളും കണ്ട് അനുഭവിക്കാൻ ഈ യാത്ര തനിക്ക് അവസരമൊരുക്കിയെന്ന് അരവിന്ദ് പറയുന്നു. ഇനി ലോകത്തെ എല്ലാ രാജ്യങ്ങളും ചുറ്റിക്കാണാനുള്ള വലിയ യാത്രയുടെ തയ്യാറെടുപ്പിലാണ് അരവിന്ദ്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 28 സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്ത ഒരു 27 വയസ്സുകാരൻ അരവിന്ദാണ് ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുന്നത്. അരവിന്ദ് 28 സംസ്ഥാനത്തും ഇന്ത്യയിൽ പോയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? നല്ല അനുഭവം തന്നെയായിരുന്നു. 2 വട്ടമായിട്ടാണ് ഞാൻ ഈ 28 സംസ്ഥാനങ്ങൾ കവർ ചെയ്തത്. ആദ്യം ഞാൻ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഒരു 17 സ്റ്റേറ്റ്സ് ബൈക്കിൽ ഓടിച്ചു പോയി. അന്ന് 6 യൂണിയൻ ടെറിട്ടറിയും കവർ ചെയ്തിരുന്നു. രണ്ടാമത് പിന്നെ ഈ അടുത്തിടയ്ക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇടയ്ക്ക് പിന്നെ PG ഒക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു 11 സംസ്ഥാനങ്ങൾ ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ ലിഫ്റ്റ് അടിച്ചും പിന്നെ അതേപോലെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തും ട്രെയിനിലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. കൂടുതലും ലിഫ്റ്റായിരുന്നു. ഒരു 30-40 ദിവസത്തോളം ഞാൻ പല ആൾക്കാരുടെ വീടുകളിലായിട്ട് താമസിച്ചിട്ടുണ്ട്. ആൾക്കാർ നമ്മളെ കൂടുതൽ നമ്മുടെ അടുത്ത് സ്നേഹം കാണിക്കുകയും അവരുടെ ഹെൽപ്പ് നമുക്ക് കിട്ടുകയും അവരുമായിട്ട് കൂടുതൽ ഇടപെടാനും നമുക്ക് പറ്റും, പല സംസ്ഥാനങ്ങളിലുള്ളത്. അപ്പം അവർ നമുക്ക് താമസിക്കാൻ സ്ഥലം തരും, ഭക്ഷണം മേടിച്ച് തരും, ട്രാൻസ്പോർട്ടേഷൻ്റെ ഫെസിലിറ്റീസ് ഒരുക്കി തരും. അതൊക്കെ ഒരു പ്രത്യേക അനുഭവം തന്നെ. കേരളത്തിനെക്കാട്ടി നല്ലതെന്നൊന്നും എനിക്ക് നല്ലതെന്ന് തോന്നിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പം നോർത്ത് ഈസ്റ്റ് സൈഡിലൊക്കെ നമ്മളെക്കാട്ടി വൃത്തിയുള്ള സംസ്ഥാനങ്ങളൊക്കെ, മിസോറാമൊക്കെ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു സിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ മേഘാലയയിൽ ഈ കൊച്ചു കുട്ടികൾക്ക് മറ്റേ സ്കൂളിൽ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കുന്നതിനെക്കുറിച്ച് ഒരിടത്ത് വെച്ച് ഞാൻ കേട്ടു, സോഹറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച്. അതൊക്കെ നമ്മളെക്കാട്ടി ഒത്തിരി നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കേരളം നല്ലതാണ്, ഇല്ലെന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ കേരളത്തിനെക്കാട്ടി മനുഷ്യത്വവും ഒക്കെ ആൾക്കാർക്ക് കൂടുതൽ. ഇപ്പം നമ്മുടെ നാട്ടിലൊരു ഇതേപോലെ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ അവരെ നമ്മളവരെ വിളിച്ചുകൊണ്ട് വീട്ടിൽ കിടത്തും, അല്ലെങ്കിൽ നമ്മളവർക്ക് താമസ സൗകര്യമൊക്കെ ഒരുക്കുക. വളരെ കുറച്ച് ആൾക്കാരെ അങ്ങനെ ചെയ്യത്തുള്ളൂ. പക്ഷേ ഞാൻ അരുണാചലിലൊക്കെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒട്ടുമിക്ക ആൾക്കാരും നമ്മളോട് ഭയങ്കര സഹകരണമായിരിക്കും. നമ്മളെ വീട്ടിലുകളിൽ കൊണ്ടുപോകാനും നമ്മളെ നോക്കാനും ഒക്കെ അവർക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ട് കൂടുതൽ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു. ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റട്ടെ, ഒരുപാട് മനുഷ്യരെ കാണാൻ പറ്റട്ടെ. താങ്ക് യു. ക്യാമറമാൻ CR ജറിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം.